മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ബിഗ് ബോസ് സീസൺ 7-ൽ ഇത് ഫാമിലി വീക്കാണ്. അതിനെക്കുറിച്ചുള്ള സംസാരത്തിലാണ് രാവിലെ ബിന്നിയും ആദിലയും. ഓരോരുത്തരുടെ ഫാമിലി വരുമ്പോഴും നമ്മുടെ സ്വന്തം ഫാമിലി വന്നതുപോലെയുള്ള ഒരു സന്തോഷമാണ്. ഇത്രയും ദിവസമായില്ലേ നമ്മൾ ഒരുമിച്ച് താമസിക്കുന്നു, പരസ്പരം ഒരു കണക്ഷൻ നമുക്ക് എല്ലാവർക്കും ഉണ്ട്, നല്ല ഹാപ്പി ആണെന്നൊക്കെ ബിന്നി പറയുന്നു. അപ്പോൾ ആദിലയും പറയുന്നത് അത് ശരിയായി, എല്ലാവരുടെയും ഫാമിലി വന്നപ്പോൾ ഒരു ഹാപ്പിനെസ് ഒക്കെ തോന്നുന്നുണ്ട്. പക്ഷേ അയാൾ കാരണം ഇന്നലെ എൻ്റെ മൂഡ് പോയിരിക്കുകയായിരുന്നു. ഈ അയാൾ എന്ന് ഉദ്ദേശിക്കുന്നത് അക്ബറിനെയാണ്. കാരണം അക്ബർ ഇന്നലെ ആദിലയോട് വെറുതെ തമാശയ്ക്ക് പറഞ്ഞതാണെന്ന് തോന്നുന്നു. റിയാസ് സലീം ആയിരിക്കുമല്ലേ ആദിലയ്ക്ക് വേണ്ടി ഫാമിലി വീക്കിൽ വരുന്നതെന്ന്. പക്ഷേ അത് ആദിലയ്ക്ക് ശരിക്കും സങ്കടമായി. ആ ഒരു മൂഡ് ഓഫ് ഇന്നലെ മുഴുവനും ആദിലയുടെ മുഖത്തുണ്ടായിരുന്നു. അതിൽ വലിയ രീതിയിൽ അക്ബറിനോട് സംസാരിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അക്ബർ അത് പിന്നീട് വന്ന് പറയുന്നുമുണ്ട്, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതൊന്നുമല്ല, തമാശയ്ക്ക് പറഞ്ഞതാണെന്ന്. എന്തായാലും ആ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബിന്നി പറയുന്നത് പുള്ളി അഖിൽമാരാരാണെന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ ഉടനെ ആദില ഞെട്ടി ചോദിക്കുന്നുണ്ട്, ആര്? അപ്പോൾ ബിന്നി ചിരിച്ചുകൊണ്ട് പറയുന്നത്, ഞാൻ ഡ്രസ്സ് മാറുന്ന സമയത്ത് കേട്ടതാ, ജിസേൽ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് അഖിൽമാരാരുടെ ക്യാരക്ടറുമായി സിമിലാരിറ്റി ഉണ്ട് എന്ന്. അപ്പോൾ ആദില പറയുന്നത് അവൾ അഖിൽമാരാരുടെ ഒന്നും കണ്ടിട്ടില്ല. ആദില അങ്ങനെ പറയാൻ കാരണം ജിസേൽ ആകെ അഖിൽമാരാരെ കണ്ടിരിക്കുന്നത് മൂവി പ്രൊമോഷന് വേണ്ടി ബിഗ് ബോസ് സീസൺ 7-ൽ വന്നപ്പോഴാണ്, അല്ലാതെ സീസൺ 6 കണ്ടിട്ടില്ലെന്നാണ് ഉദ്ദേശിച്ചത്. എന്തായാലും ആദില പറയുന്നത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഹൈപ്പ് കയറ്റിയിടാൻ വന്നിരിക്കുന്ന ടീമുകളാണ്. ഉടനെ നമ്മുടെ ബിന്നി പറയുന്നു അതൊക്കെയാണ് ഗ്രൂപ്പിസം. എല്ലാവരുടെ കണ്ണിൽ ഇപ്പോഴും അക്ബർ, ജിസേൽ, ആര്യൻ ഇവർ 3 പേരും കട്ട ഗ്രൂപ്പിസമാണ്. ബാക്കി ആരും ഗ്രൂപ്പ് കളിക്കുന്നില്ല എന്നാണ്. എന്നാൽ അവിടെ എല്ലാവർക്കും ഇപ്പോൾ ഒരു ഗ്രൂപ്പുണ്ട്. ഇപ്പോൾ ബിന്നി ആണെങ്കിൽ തന്നെ ബിന്നി, ആദില, നൂറ, അനുമോൾ, നെവീൻ ആ ഒരു ഗ്രൂപ്പുണ്ട്. എനിക്ക് തോന്നുന്നു സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഇല്ലാത്തത് ഒനീലിനാണ്. കാരണം അഭിലാഷ് എവിക്റ്റായി പോയല്ലോ. ബാക്കി എല്ലാവർക്കും അവിടെ ഒരു ഗ്രൂപ്പുണ്ട്, ഗ്രൂപ്പ് കളിയുണ്ട്. പിന്നെ അക്ബർ, ആര്യനുമൊക്കെ നേരത്തെ മുതലേ, അതായത് സീസൺ തുടങ്ങിയ സമയം മുതലേ ഗ്രൂപ്പ് ആയതുകൊണ്ട് അവർ മാത്രമാണ് ഗ്രൂപ്പ്. അവരുടെ വലിയ ഗ്രൂപ്പായിരുന്നു, ഇപ്പോൾ ചെറുതായി എന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെ അക്ബറിനെയും ജിസേലിനെയും കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.